ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. നോമ്പിന്റെ 12-ാം ദിവസത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുപ്പെട്ട വേദഭാഗം 1 കൊരിന്ത്യർ 8-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗത്ത് നിന്നും അറിവുകളുടെ സ്വീകരണയാത്ര എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു കൊടുക്കുന്നു. അറിവുകളുടെ സ്വീകരണയാത്ര കൊരിന്ത്യ സഭയിൽ നിലനിന്നിരുന്ന വിശ്വാസപരമായ ചില വിഷയങ്ങളെക്കുറിച്ച് സംശയ നിവാരണം വരുത്തുന്ന വിവരങ്ങളാണ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ ഇതിവൃത്യം. വിഗ്രഹാർപ്പിതമായ ഭക്ഷണം കഴിക്കാമെന്ന് ഉള്ളതായിരുന്നു അതിലൊന്ന്. ഭക്ഷണം കഴിക്കാമോ എന്നതിനേക്കാൾ ദൈവ സ്നേഹത്തിലാണോ പരസ്പര ഇടപാടുകൾ എന്ന് ചിന്തിക്കുകയാണ് ആവശ്യമെന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ദൈവത്താൽ അറിയപ്പെടുന്നതാണ് അറിവുകളുടെ പ്രധാനം. ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അയാളെ ദൈവം അറിയുന്നുവെന്ന് പൗലോസ് പറയുന്നു. ന്യായവിധി നാളിൽ ശപിക്കപ്പെട്ടവരെ പോകും, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന യേശുവിന്റെ വാക്കുകൾ കേൾക്കുന്നതാണ് സങ്കടകരം. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നാൽ സകല വർത്തനവും ദൈവഹിത പ്രകാരം നടത്തുന്നുവെന്നാണ് അർത്ഥം. എല്ലായ്പ്പോഴുമുള്ള ദൈവിക സംവേദനമാണ് സ്നേഹത്തിന്റെ അടയാളം. തനിക്ക് താൻ ഒരുമയുണ്ടെന്നും തന്റെ തീരുമാനങ്ങളെല്ലാം സ്വയം എടുക്കാനും നടപ്പാക്കാനും തനിക്ക് കഴിയുമെന്നും അഹന്തയുള്ളവർക്ക് ദൈവത്തെ ആവശ്യമില്ലെന്നും അപ്രകാരം ഉള്ളവർ ഹൃദയം അടച്ചുവെച്ച മൂടന്മാരാണ്. ദൈവിക സംസർഗം നിലച്ചു പോകുന്നത് ഉള്ളത്തോട് സംസാരിക്കുന്ന ദൈവിക സംവേദനം കേൾക്കാൻ കഴിയാതെ പോകുമ്പോഴാണ്. നിരന്തരം സംവദിക്കുവാൻ തയ്യാറുള്ള ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ സ്നേഹത്തോടെ ദൈവബന്ധം കാക്കേണ്ടതുണ്ട്. 2, ദൈവബന്ധത്തിൽ സകലരിലും ഉണ്ടാകേണ്ട അറിവ് ദൈവത്തെക്കുറിച്ചുള്ളതാണ്. പിതാവായ ഏക ദൈവമാണ് മനുഷ്യർക്കുള്ളത്. ദേവന്മാർ എന്ന് പേര് വിളിക്കപ്പെട്ടവർ അനേകരുണ്ടാകാമെങ്കിലും ഏക ദൈവം മാത്രമാണുള്ളത്. സാധാരണ മനുഷ്യരെക്കാൾ കഴിവുള്ളവരും ശക്തന്മാരുമായവരെ മനുഷ്യർ ദേവന്മാരെന്നോ ദേവതുല്യരെന്നോ വിളിച്ചേക്കാം. എന്നാൽ സകലത്തെയും സൃഷ്ടിച്ച് ഉണ്മയിലേക്ക് വരുത്തിയവൻ ഏക ദൈവം മാത്രമാണ്. ആ ദൈവത്തെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി തന്ന പുത്രനായ ദൈവം നമ്മുടെ കർത്താവാണ്. ഈ പുത്രൻ സൃഷ്ടിയിൽ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നവനാണ്. പുത്രൻ മുഖാന്തരമാണ് പിതാവ് സകലവും സൃഷ്ടിച്ചത്. മാത്രമല്ല അത് പുത്രന് വേണ്ടിയുമാണ്. അതായത് പുത്രനെയാണ് പിതാവ് സകലത്തിലും അധിപതിയാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പുത്രൻ കർത്താവായി ഇരിക്കുന്നത് ഈ തിരിച്ചറിവ് സകലത്തിന് മീതെയുള്ള അറിവ്. ഈ തിരിച്ചറിവുള്ളവർ ജീവിക്കുന്നത് ഈ കർത്താവിന് വേണ്ടിയാണ്. അറിവിന്റെ മാനങ്ങൾ കേവലം ചില ധാരണകൾ പരിമിതപ്പെടുന്നില്ല. പ്രായോഗിക ജീവിതത്തിന്റെ സാധാരണ മേഖലകളെ സ്വാധീനിക്കുന്നതാണ്. ഈ അറിവിൽ എത്തിച്ചേർന്നിട്ടില്ലാത്ത ചിലരെങ്കിലും ഉണ്ട്. ആ അറിവിലേക്ക് അങ്ങനെയുള്ളവരെ നയിക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്ന സമീപനം. 3, വിഗ്രഹാർപ്പിതങ്ങളോടുള്ള സമീപനം യേശുക്രിസ്തുവിലൂടെ നിറവേറ്റപ്പെട്ട ദൈവിക രക്ഷാ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ വേണം എന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കപ്പെടുന്നു. ക്രിസ്തു മരിച്ചത് സകലർക്കും വേണ്ടിയാണ്. തിരിച്ചറിവിന്റെ ഉന്നത മേഖലയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ലാത്ത ബലഹീന വിശ്വാസികൾ നിരവധിയുണ്ട്. അവർക്ക് വേണ്ടിയും കൂടെയാണ് ക്രിസ്തു മരിച്ചത്. പരിജ്ഞാനത്തിൽ തികവുള്ളവർ ബലഹീന മനസാക്ഷികളുടെ കാവൽക്കാർ ആകേണ്ടതുണ്ട്. തങ്ങളുടെ അറിവിനെയും സ്വാതന്ത്ര്യത്തെയും തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ വിനിയോഗിക്കാൻ യേശുക്രിസ്തുവിലൂടെ വിശാലത സാഹോദര്യത്വത്തിലേക്ക് പ്രവേശിച്ചവർക്ക് അനുവാദമില്ല. വിഗ്രഹങ്ങൾ ഏതുമില്ലാത്തവയാണ്. അവ ദൈവമല്ല. അവയ്ക്ക് മനുഷ്യ ജീവിതങ്ങളുടെ മേൽ കർത്തൃത്വമില്ല. അവ മനുഷ്യ ഹൃദയങ്ങളോട് സംസാരിക്കുകയോ അവയെ തിരുത്തുകയോ നയിക്കുകയോ ചെയ്യുന്നില്ല. അത് വാസ്തവമായിരിക്കെ ബലഹീന മനസാക്ഷിയുള്ള ഒരാളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ബോധവും വിചാരവും ഇല്ലാതിരിക്കുക എന്നതും വിഗ്രഹാരാധനയ്ക്ക് സമാനമായി തീർന്നു പോകുന്നുണ്ട്. സഹോദര സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാതെ ഇരിക്കുമെണ്ണം ചിലരുടെ അറിവുകൾ അവരെ ചീർപ്പിച്ചിരിക്കുന്നു. ആത്മീയ വർധന വരുത്തുന്ന ദൈവിക സ്നേഹത്താൽ നിയന്ത്രിതമാകുന്ന അറിവാണ് ആവശ്യം. അറിവുള്ളവരുടെ പ്രവൃത്തി അടുത്തുള്ള ബലഹീനരെ കണക്കിലെടുത്തുകൊണ്ടാകുന്നു. അതുകൊണ്ടാണ് വിഗ്രഹാർപ്പിത ഭക്ഷണം യാതൊരു തരത്തിലും തന്റെ സ്വാധീനിക്കുകയില്ലെങ്കിലും ബലഹീന മനസാക്ഷിയുള്ളവനും തടങ്കൽപ്പാറ ആകുംവണ്ണം താൻ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കുകയില്ല എന്ന് പൗലോസ് പ്രസ്താവിക്കുന്നു. ഏകസത്യ ദൈവത്തെയും താൻ അയച്ച പുത്രനായ ക്രിസ്തുവിനെയും തിരിച്ചറിയുന്നത് ക്രിസ്തു സകലത്തിലും കർത്താവായിരിക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസി ആ സ്നേഹത്താൽ നിയന്ത്രിക്കപ്പെടുന്നവനും ഭരിക്കപ്പെടുന്നവനും ആകുന്നു. തന്നോടൊപ്പം വളർച്ചയെ എത്തിയിട്ടില്ലാത്ത തന്റെ ആത്മീയ സഹോദരനോടൊപ്പമാണ് തന്റെ ആത്മീയ യാത്ര എന്ന തിരിച്ചറിവ് വളരെ സംഹതമാണ്. അറിവുകൾ ചൂഷണമാക്കുകയും സ്വാർത്ഥ ലാഭത്തിന് ഉപകരണമാക്കുന്നതും ക്രിസ്തു വിരുദ്ധതയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ,
സഹോദരനോടൊപ്പമുള്ള അനുയാത്രയാണ് ആത്മീയയാത്രയെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് തരണമേ. ഭക്ഷണമോ മറ്റ് ഭൗതിക സാഹചര്യങ്ങളോ പ്രാധാന്യമുള്ളതായി തീർന്നിട്ട് ഈ യാത്ര തടസ്സപ്പെടുവാൻ ഇടയാക്കരുതേ.